നമ്മളുടെ ഏജന്റുമാരെല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പോളിസികളിൽ ഒന്ന് എൻഡോമെന്റ് പോളിസി, 2 മണി ബാക്ക് പോളിസി, 3 യൂണിറ്റ് ലിങ്ക്ഡ് പോളിസി. ഈ 3 പോളിസികളിൽ ഏതെങ്കിലും ഒരു പോളിസി ആയിരിക്കും അവർ നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ തരത്തിലുള്ള പോളിസി എടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നത് ഞാൻ അടുത്തായിട്ട് പറയാം. ഈ ഒരു വ്യക്തിയുടെ ഇൻകത്തിൽ നിന്നാണ് ഈ പറഞ്ഞ എക്സ്പെൻസ് എല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ പറഞ്ഞ എക്സ്പെൻസുകൾ ഓൾമോസ്റ്റ് ഒരു മിക്കതും അതുപോലെ തന്നെ ഉണ്ടാവും. എന്നാൽ ഞാൻ എൻ്റെ ഫാമിലിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻകം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവും. അതായത് നമ്മളെ ഏജ്, നമ്മളെ റിട്ടയർമെൻറ്റ് ഏജ്, നമ്മളെൻ്റെ എന്തും ഇൻകം നമ്മുടെ ഫാമിലിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇൻഫ്ലേഷൻ എന്താണ്, എന്തൊക്കെയാണ് ലൈബിലിറ്റീസ് ഉള്ളത്, ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് നമുക്ക് കണക്ക് കൂട്ടുന്ന ഒരു മെത്തേഡിനെയാണ് HLV കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്കൂട്ടാവുന്ന ഒരു കാര്യം മെത്തേഡ് ഇതാണ്. 90 ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ വെൽബീയിങ്ങിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട 4 പില്ലേഴ്സിനെ കുറിച്ചാണ്. ഇതിലേതെങ്കിലും ഒരു പില്ലേഴ്സിൽ നമുക്ക് വീക്ക്നെസ്സോ അല്ലെങ്കിൽ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഒരു ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അത്യന്താപേക്ഷിതമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇന്നേ ദിവസം നമ്മൾക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണ് എന്ന് വിചാരിക്കുക. ഈ ഒരു ബിൽഡിങ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഈ ബിൽഡിങ് നിൽക്കണമെങ്കിൽ അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ ഒരു 4 പില്ലേഴ്സ് ഈ തരത്തിലുണ്ടെങ്കിൽ മാത്രമേ ഈ ബിൽഡിങ് ഈ തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതേസമയം ഈ തരത്തിൽ തന്നെ ഒരു ബിൽഡിങ്ങിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ തരത്തിലൊരു 3 പില്ലേഴ്സേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ തൽക്കാലം ബിൽഡിംഗ് എല്ലാം നിൽക്കും. പക്ഷേ ഈ ഒരു ഭാഗത്തോ കൂടുതൽ വെയിറ്റ് താങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിങ് തകർന്ന് തരിപ്പണമാകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു ബിൽഡിങ്ങിൽ ഇവിടെ 2 പില്ലേഴ്സേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലും ചെറിയൊരു ബാലൻസിൽ ഈ ബിൽഡിംഗ് എല്ലാം നിർത്താൻ പറ്റും. പക്ഷേ ഇവിടെയോ കൂടുതൽ ഭാരം വന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് കൊളാപ്സ് ആകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇതുപോലെ നമ്മൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബിൽഡിങ്ങിൽ ഇപ്പോൾ സപ്പോസ് നടുക്കൊരു പില്ലറാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ബിൽഡിങ് നിർത്താൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആണെങ്കിൽ ഈ ബിൽഡിംഗ് നിലനിൽക്കും. പക്ഷേ ഇവിടെ എവിടെയെങ്കിലും കൂടുതൽ ഭാരം വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിങ് തകർന്ന് തരിപ്പണമാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ 4 പില്ലേഴ്സ് എല്ലാവരും ഫിനാൻഷ്യൽ ലൈഫിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ട് വേണം. ഇതിൽ ഏതെങ്കിലും ഒരു പില്ലേഴ്സിൽ ഇപ്പോൾ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഹെൽത്തിനെ വളരെ സാരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ 4 പില്ലേഴ്സ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഒന്നാമത്തെ പില്ലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് സേവിങ്സ്. ഒന്നാമത്തെ പില്ലറാണ് സേവിങ്സ്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു പില്ലറാണ് സേവിങ്സ്. അപ്പോൾ എന്താണ് സേവിങ്സ് എന്നതിനെ കുറിച്ച്, അതായത് പില്ലർ നമ്പർ 1 കുറിച്ച് സേവിങ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതിനുശേഷം 2ാമത്തെ 3ാമത്തെ 4ാമത്തെ പില്ലേഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് സേവിങ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു പിഗ്ഗി ബാങ്കാണ്. അതായത് പിഗ്ഗി ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുടുക്ക. ഇപ്പം നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ തുക കൊണ്ടുവന്ന് ഇപ്പോൾ എന്തെങ്കിലും കോയിനോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ഇതിൽ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഇതിനെ നമുക്ക് സേവിങ്സ് എന്ന് പറയാം. അതായത് ഈ ഒരു തുക സുരക്ഷിതമായിട്ട് ഇവിടെ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ തുക നമുക്ക് എടുക്കാൻ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ സേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ പിഗ്ഗി ബാങ്ക്, പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ ബാങ്ക് ഡിപ്പോസിറ്റിനെ നമുക്ക് സേവിങ്സിൻ്റെ ഗണത്തിൽ നമുക്ക് പെടുത്താം. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ലിക്വിഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് സേവിങ്സിൻ്റെ കാറ്റഗറിയിൽ പെടുത്താം. ഈ പറഞ്ഞ പോലെ കൊടുക്കാം, അതായത് പിഗ്ഗി ബാങ്ക്. ഈ പിഗ്ഗി ബാങ്കിനെ നമുക്ക് സേവിങ്സിൻ്റെ ഗണത്തിൽപ്പെടുത്താം. അപ്പം നമുക്ക് ഒരു ഫിനാൻഷ്യൽ വെൽബീയിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു പില്ലർ നമ്പർ 1 ആണ്
സേവിങ്സ്. ഈ സേവിങ്സ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ തരത്തിലുള്ള സേവിങ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്കാണ് എമർജൻസി ഫണ്ട്. എന്താണ് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മളെ വീടുകളിലെല്ലാം നമ്മൾ എമർജൻസി ലൈറ്റ് അല്ലെങ്കിൽ ഇൻവെർട്ടർ എല്ലാം യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയാണ് ഇൻവെർട്ടർ അല്ലെങ്കിൽ എമർജൻസി ലൈറ്റ് എല്ലാം യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്രതീക്ഷിതമായിട്ട് കറണ്ട് പോയാൽ നമ്മളെ സംബന്ധിച്ച് ആ സമയത്ത് നമുക്ക് വെളിച്ചവും ഈ പറഞ്ഞ പോലെ ഫാനും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇൻവെർട്ടറും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഇവിടെ ഇൻവെർട്ടർ ഇല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻ്റെ ഈ ട്രെയിനിങ്ങിനെ ബാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ എന്താണ് എമർജൻസി ഫണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള സമയത്ത് ചിലപ്പോൾ പല കാര്യങ്ങളും സംഭവിക്കാം. ചിലപ്പോൾ ഇപ്പോൾ കൊറോണ പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് നമ്മുടെ ജോബ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജോബ് ലോസ് ആവുന്ന സിറ്റുവേഷൻ വരാം. അത് നമ്മൾ വരുമാനം ഇടിയുന്ന അല്ലെങ്കിൽ വരുമാനം ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ വരാം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് സംഭവിക്കാവുന്ന മറ്റൊരു കാര്യം, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഇപ്പോൾ നമുക്ക് വണ്ടി റിപ്പയർ ചെയ്യണം, ഈ തരത്തിലുള്ള എന്തെങ്കിലും ഒരു എമർജൻസി വരാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു ഹോസ്പിറ്റലൈസേഷൻ സംഭവിച്ചു. പെട്ടെന്ന് ഇപ്പം നമ്മളെ ഫാമിലി മെമ്പേഴ്സ് നമ്മൾ ആരെങ്കിലും ഹോസ്പിറ്റലൈസ് ആയി. ഇപ്പം നമുക്ക് ഇൻഷുറൻസ് ഉണ്ടാവുന്നു, പക്ഷേ ഇൻഷുറൻസ് കവറേജ് കിട്ടിയില്ല, നമുക്ക് വലിയൊരു തുക നമുക്ക് അടക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാവുന്ന ഫണ്ടുകളെയാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എമർജൻസി ഫണ്ടിനെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട 2 ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇവിടെ സേഫ്റ്റി വളരെ, അതായത് ഈ എമർജൻസി ഫണ്ടായിട്ട് സൂക്ഷിക്കുന്ന തുകക്ക് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപങ്ങളിൽ നമുക്ക് എമർജൻസി ഫണ്ടിന് കരുതുന്ന തുക നമുക്ക് നിക്ഷേപിക്കാൻ പാടുള്ളൂ. രണ്ടാമതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലിക്വിഡിറ്റി എൻ്റെ ആവശ്യത്തിന് ഇത് പെട്ടെന്ന് എനിക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇപ്പം നമുക്ക് ഒരു കാരണം ഈ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരുന്നത് വളരെ പെട്ടെന്നായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ തരത്തിൽ ചെയ്യാവുന്ന ഫണ്ടുകളെയാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പല എക്സ്പേർട്സ് എല്ലാവരും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 6 മടങ്ങ് തുക വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഹൗസ് ഹോൾഡ് എക്സ്പെൻസിനെ വേണമെങ്കിൽ നമുക്ക് അത് കൂട്ടാം. കാരണം ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് വരുമാനം വളരെ വലിയ വരുമാനം ഉണ്ടാവും, എന്നാൽ ചിലവ് അവർക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതേസമയം ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു മാസം ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കൾക്കിപ്പോൾ 1 ലക്ഷം രൂപ ഒരു മാസം ചിലവുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 6 ഒരു 6 ലക്ഷം രൂപയെങ്കിലും ഒരു എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ കരുതണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു 6 ലക്ഷം രൂപയുടെ ഒരു എമർജൻസി ഫണ്ട് കരുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ജോലി നഷ്ടമായി. അപ്പോൾ ജോലി നഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഈ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 ലക്ഷം രൂപ വെച്ചായിരിക്കും താങ്കൾ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ EMI അടക്കുന്നത്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് മാനേജ് ചെയ്യുന്നത്, വീട്ടിലത്തെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് മാനേജ് ചെയ്യുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം താങ്കളുടെ ഈ ഒരു വരുമാനത്തിൽ നിന്നായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായിട്ട് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഒരു 6 മാസത്തേക്കുള്ള തുക ഈ എമർജൻസി ഫണ്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഈ 6 മാസത്തിനുള്ളിൽ താങ്കൾക്ക് ഇപ്പോൾ വേറൊരു പുതിയൊരു ജോലി കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. അത് താങ്കളുടെ ഒരു ഫിനാൻഷ്യൽ ഹെൽത്തിനെ വലിയ രീതിയിൽ ബാധിക്കില്ല. ഇതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കൾക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലൈസേഷൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ ചിലവാക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് എമർജൻസി ഫണ്ടൊന്നും ഇല്ലെങ്കിൽ താങ്കൾ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ താങ്കളുടെ റിട്ടയർമെൻറ്റ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, മാരേജ്, ഈ പറഞ്ഞൊക്കെ രീതിയിലുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റ്സും താങ്കൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് നോർമലി ഇപ്പോൾ ഹൈ റിട്ടേൺസ് കിട്ടാൻ പോസിബിലിറ്റീസ് ഉള്ള ഫണ്ടുകളിലായിരിക്കും ചിലപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ സമയത്ത് മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ താങ്കളുടെ പക്കൽ ആവശ്യത്തിനുള്ള ഒരു എമർജൻസി ഫണ്ട് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു നഷ്ടത്തിൽ താങ്കൾ ഫോഴ്സ്ഫുള്ളി, കാരണം 30 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ആ സമയത്ത് താങ്കൾ ചിന്തിക്കോ,
ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ബില്ല് അടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമോ? നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ കാര്യം നടത്തുന്നതിന് വേണ്ടിയായിരിക്കും. അപ്പോൾ വളരെ ഫോഴ്സ്ഫുള്ളി താങ്കൾ ഇവിടെ വെച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം. അതിലൂടെ താങ്കൾ ആ ഫ്യൂച്ചർ ഗോൾ, അതായത് താങ്കളുടെ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, മാരേജ്, ഈ പറഞ്ഞ ഗോള് അവിടെ വെച്ച് സ്റ്റോപ്പ് ആകാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അതേസമയം നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും താങ്കളെ സംബന്ധിച്ച് വളരെ കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റും. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ഏറ്റവും ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇപ്പം നമുക്കൊരു ഫിനാൻഷ്യൽ വെൽബീയിങ് ആകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ബിൽഡിങ്ങിലെ ഏറ്റവും ഒന്നാമത്തെ പില്ലറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമുക്ക് ആവശ്യത്തിന് വേണ്ട സേവിങ്സ് വേണം. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ പില്ലേഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കളുടെ ഇൻസൈറ്റ്സ് താങ്കൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ വേറെ കുറേ ആൾക്കാർക്കും അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ പില്ലേഴ്സിലേക്ക് നമുക്ക് കിടക്കാം. രണ്ടാമത്തെ പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു കാര്യം തന്നെയാണ്. ഇത് പുതിയ കാര്യമൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. രണ്ടാമത്തെ പില്ലർ ലൈഫ് ഇൻഷുറൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ പില്ലറാണ്. ഈ ഒരു സംഭവം നമ്മളെല്ലാവരുടെയും ലൈഫിൽ അതായത് ഒരു ഫിനാൻഷ്യൽ വെൽബീയിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളെല്ലാവരുടെയും ലൈഫിൽ വേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട രണ്ടാമത്തെ ഘടകമാണ് ലൈഫ് ഇൻഷുറൻസ് എന്നത്. ഇപ്പോൾ പല ആൾക്കാർക്കും ലൈഫ് ഇൻഷുറൻസ് എന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു മിക്കവർക്കും തന്നെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ല. ഒരു മിക്കവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് എന്നത് ഒരു സേവിങ്സ് ആണെന്നാണ് ഒരു മിക്കവരും ചിന്തിക്കുന്നത്. പിന്നെ വേറെ കുറേ ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മളെ റിട്ടയർമെൻറ്റിന് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റാണ് എന്നാണ് നമ്മളെല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ മാത്രമല്ല ഫിനാൻഷ്യലി എക്സ്പേർട്ട് ആയിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യം, ലൈഫ് ഇൻഷുറൻസ് എന്നത് ഒരു കാരണവശാലും അതൊരു സേവിങ്സ് അല്ല. ലൈഫ് ഇൻഷുറൻസ് എന്നത് ഒരു കാരണവശാലും അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു മാജിക് ബില്ലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന സമയത്ത് താങ്കൾക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടും എന്താണ് ലൈഫ് ഇൻഷുറൻസ് എന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല എക്സ്പെൻസുകളുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് എക്സ്പെൻസ് ഉണ്ട്, ഇപ്പോൾ യൂട്ടിലിറ്റി എക്സ്പെൻസുകളുണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളുണ്ട്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ട്, വെക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ട്, ഡ്രസ്സിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ട്, EMIs നമ്മൾ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളുണ്ട്. ഈ എക്സ്പെൻസുകളെല്ലാം എവിടെ നിന്നാണ് മാനേജ് ചെയ്യുന്നത്? അതായത് നമ്മളുടെ ഇൻകം. ഇപ്പോൾ ഒരു മിക്ക ഫാമിലിയിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരാളുടെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ പറഞ്ഞ എക്സ്പെൻസ് എല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ഫാമിലിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നവരായിരിക്കും. ഒരു സെറ്റൻ പെർസെൻറ്റേജ് ഹസ്ബൻഡിൻ്റെ ഇൻകത്തിൽ നിന്നായിരിക്കും, സെറ്റൻ പെർസെൻറ്റേജ് വൈഫിൻ്റെ ഇൻകത്തിൽ നിന്നായിരിക്കും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ഇൻകത്തിൽ നിന്നാണ് ഈ പറഞ്ഞ എക്സ്പെൻസ് എല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞൊരു വ്യക്തി എൻ്റെ കുടുംബത്തിൽ ഒരു ഇൻകത്തിൻ്റെ സോഴ്സും കൂടിയാണ്. ഞാൻ ഇമോഷണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ഇൻകം കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. എന്തെങ്കിലും കാരണവശാൽ എനിക്കെന്തെങ്കിലും പറ്റിയാൽ എന്ത് സംഭവിക്കാം? ഇവിടെ ഈ പറഞ്ഞ എക്സ്പെൻസുകൾ ഓൾമോസ്റ്റ് ഒരു മിക്കതും അതുപോലെ തന്നെ ഉണ്ടാവും. എന്നാൽ ഞാൻ എൻ്റെ ഫാമിലിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻകം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവും. ഇപ്പം ഞാൻ പറഞ്ഞൊരു വ്യക്തി ഇല്ലെന്നും പറഞ്ഞ് എൻ്റെ കുട്ടികൾക്ക് പഠിക്കണ്ടേ? ഇപ്പം ഞാനില്ലെന്നും പറഞ്ഞ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന EMI, കാരണം ഞാൻ EMI എടുത്തു വെച്ചിരിക്കുന്ന എൻ്റെ ഇൻകം കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഞാനിപ്പോൾ എന്തെങ്കിലും ലോൺ എടുത്തിരിക്കുന്നത്.
അപ്പം എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ EMI അടക്കണ്ടേ, എൻ്റെ കുടുംബത്തിലെ ആൾക്കാർക്ക് അവർക്ക് ഫുഡ് കഴിക്കണ്ടേ, ഇപ്പോൾ യൂട്ടിലിറ്റി ബില്ല് അടക്കണ്ടേ. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ കുറയാൻ പോകുന്നത് പേഴ്സണൽ കൺസപ്ഷൻ. അതായത് ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ പെട്രോൾ, ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പം മൊബൈലിൻ്റെ റീചാർജ്, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എക്സ്പെൻസ്, ഈ തരത്തിൽ പേഴ്സണൽ കൺസ്യൂം ചെയ്യുന്ന ഒരു പോർഷൻ മാത്രമേ കുറയുള്ളൂ. ബാക്കിയുള്ള എക്സ്പെൻസുകളെല്ലാം ഈ തരത്തിലുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയെ ഫിനാൻഷ്യലി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ലൈഫ് ഇൻഷുറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളുടെ എഡ്യൂക്കേഷനോ എൻ്റെ റിട്ടയർമെൻറ്റിനുള്ള പ്രൊഡക്റ്റ് അല്ല ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ലൈഫ് ഇൻഷുറൻസ് ഇതാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഇൻഷുറൻസ് കവറേജ് വേണം എന്നത് നമ്മളെ എല്ലാവരുടെയും മനസ്സിലുള്ള വലിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നോർമലി ഒരു മിക്ക എക്സ്പെർട്ടും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമുക്ക് ശരിയായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി HLV കാൽക്കുലേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഹ്യൂമൻ ലൈഫ് വാല്യൂ, അതായത് നമ്മളെ ഏജ്, നമ്മളെ റിട്ടയർമെൻറ്റ് ഏജ്, നമ്മളെൻ്റെ എന്തും ഇൻകം നമ്മുടെ ഫാമിലിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇൻഫ്ലേഷൻ എന്താണ്, എന്തൊക്കെയാണ് ലൈബിലിറ്റീസ് ഉള്ളത്, ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് നമുക്ക് കണക്ക് കൂട്ടുന്ന ഒരു മെത്തേഡിനെയാണ് HLV കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്ന ഒരു കാര്യം മെത്തേഡ് ഇതാണ്. അതായത് ഇപ്പം നമ്മളെ ആനുവൽ ഇൻകം നമ്മൾ 10 തുടങ്ങി ഒരു 20 വരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഇൻകം. അതായത് ഇപ്പോൾ സപ്പോസ് എനിക്കൊരു 10 ലക്ഷം ഇൻകം ഉണ്ടെങ്കിൽ അതിനെ 10 മടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി. അതിനെ ഞാൻ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 കോടി. ഇപ്പോൾ 10 ലക്ഷം രൂപ ഒരു ആനുവൽ ഇൻകം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 1 കോടി രൂപയുടെയെങ്കിലും കവറേജ് വേണം. നോർമൽ സിറ്റുവേഷനിൽ ഒരു 2 കോടി രൂപയുടെയെങ്കിലും കവറേജ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുറച്ചും കൂടി കൂടുതൽ സേഫ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. പിന്നെ ഇതോടൊപ്പം തന്നെ എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഹോം ലോൺ എടുത്തിട്ടുണ്ട്, 50 ലക്ഷം എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ആ 50 ലക്ഷത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കവറേജും കൂടി എനിക്ക് വേണം. അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു 40 വയസ്സുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ ചിലവുണ്ടെങ്കിൽ അദ്ദേഹം 60 വയസ്സ് വരെയാണ് അദ്ദേഹത്തിന് ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഓൺ ആൻ ആവറേജ് 1 കോടി രൂപ മിനിമം കവറേജ്, ലൈഫ് കവറേജ് നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് ഏകദേശം നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പം ലൈഫ് ഇൻഷുറൻസ് എന്താണെന്ന് മനസ്സിലാക്കി, പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് അതിൽ എത്ര സമ്മർഷഡ് പോളിസി എടുക്കണം എന്ന് മനസ്സിലാക്കി. ഞാൻ അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഏത് പോളിസിയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് 2 പോളിസികളാണ്. 2 പോളിസികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ന്യൂ എൻഡോമെൻറ്റ് പ്ലാൻ. ഇപ്പം LICയുടെ ന്യൂ എൻഡോമെൻറ്റ് പ്ലാനാണ്. ഇതിൽ 40 വയസ്സുള്ള ഒരു വ്യക്തി 1 കോടി രൂപയുടെ കവറേജ് 20 വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോളിസിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രീമിയം വരുന്നത് എത്രയാണ്? 5,17,000 രൂപയാണ് ഇതിൻ്റെ പ്രീമിയം വരുന്നത്. അതായത് ഇത് എൻഡോമെൻറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 20 വർഷം പ്രീമിയം അടക്കുന്നു, ഏറ്റവും അവസാനം നമുക്ക് ഒരു മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് നമുക്ക് ഒരു തുക കിട്ടും. അതിനെയാണ് എൻഡോമെൻറ്റ് പോളിസി എന്ന് പറയുന്നത്. ഇപ്പം നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ ചുറ്റുവട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഏജൻറ്റുമാരെല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പോളിസികളിൽ ഒന്ന് എൻഡോമെൻറ്റ് പോളിസി, 2 മണി ബാക്ക് പോളിസി, 3 യൂണിറ്റ് ലിങ്ക്ഡ് പോളിസി. ഈ 3 പോളിസികളിൽ ഏതെങ്കിലും ഒരു പോളിസി ആയിരിക്കും അവർ നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ തരത്തിലുള്ള പോളിസി എടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നത് ഞാൻ അടുത്തായിട്ട് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5,17,000 രൂപയാണ് 1 കോടി രൂപയുടെ കവറേജിന് വേണ്ടി വരുന്നത്. അതേസമയം ഇത് തന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന LIC തന്നെ ജീവൻ അമർ എന്ന് പറഞ്ഞ ഒരു പോളിസിയാണ്. ജീവൻ അമർ, LICയുടെ ജീവൻ അമർ പോളിസി. 40 വയസ്സുള്ള ഒരു വ്യക്തി 1 കോടി രൂപയുടെ കവറേജ് എടുക്കുന്നു. ഇതിൻ്റെ പ്രീമിയം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 25,577 രൂപയാണ്. അതായത് ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 പോളിസി ഞാനിവിടെ എടുത്തു. ഒന്നാമത്തെ പോളിസിയിൽ ഇപ്പം ഒരു എൻഡോമെൻറ്റ് പോളിസിയിൽ 1 കോടി രൂപയുടെ കവറേജിന് ഞാൻ 5.17 ലക്ഷം രൂപ ഞാൻ പ്രീമിയം അടക്കണം 1 കോടി രൂപയുടെ കവറേജിന്.
അതേസമയം ഞാനിതൊരു ടേം ഇൻഷുറൻസിലാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് സെയിം കവറേജിന് തന്നെ ഞാൻ മുടക്കേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 25,000 രൂപയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു 10 ലക്ഷം രൂപ ഇൻകമുള്ള വ്യക്തിക്കാണ് 1 കോടി രൂപ കവറേജ് വേണ്ടത്. അപ്പോൾ 10 ലക്ഷം ഇൻകമുള്ള ഒരു വ്യക്തി എങ്ങനെ 5 ലക്ഷം രൂപ പ്രീമിയം അടക്കും ഇൻഷുറൻസ് കവറേജിന് വേണ്ടി? അത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് മാക്സിമം അദ്ദേഹത്തിന് എടുക്കാവുന്ന ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി മാത്രമേ ഒരു എൻഡോമെന്റ് പോളിസിയിലൂടെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് 10 ലക്ഷം രൂപ കിട്ടുള്ളൂ. ഈ 10 ലക്ഷം രൂപ വെച്ച് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ഫിനാൻഷ്യലി പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവിടെ സാധിക്കില്ല. അപ്പോൾ എൻഡോമെന്റ് പോളിസിയിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഈ പറഞ്ഞ സംഭവം തന്നെ നമുക്ക് സ്ട്രഗിൾ ചെയ്യും. അതേസമയം ഒരു 25,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വ്യക്തിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ സപ്പോസ് ഇപ്പോൾ താങ്കളുടെ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ താങ്കൾക്ക് 5 ലക്ഷം രൂപ കൊടുത്ത് താങ്കൾ എൻഡോമെന്റ് പോളിസി എടുത്തു എന്ന് വിചാരിക്കാം. എന്തെങ്കിലും കാരണവശാൽ നാളെ അടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു, താങ്കളുടെ ജോലി പോയി, താങ്കൾക്ക് ഈ പ്രീമിയം അടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ താങ്കൾക്ക് മേജറായിട്ട് എന്തെങ്കിലും ഒരു അസുഖം വന്നു, ജോലി പോയി. അപ്പോൾ ഇപ്പോൾ ഇവിടെ അസുഖം വന്നു എന്നത് മാത്രമല്ല, ജോലിയും പോയി. അപ്പോൾ അസുഖം വന്ന് ജോലി പോയി കഴിഞ്ഞാൽ താങ്കൾക്ക് ഈ പ്രീമിയം അടക്കാൻ പറ്റില്ല. അടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പോളിസി ലാപ്സായി കഴിയുമ്പോൾ കവറേജ് നഷ്ടപ്പെട്ടു, താങ്കൾ അടച്ച പ്രീമിയത്തിന് മെജോറിറ്റി പോർഷനും നഷ്ടപ്പെട്ടു. ഇനി ഈ ഒരു അസുഖം വെച്ചുകൊണ്ട് പുതിയൊരു പോളിസി എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി നടക്കുകയും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻഡോമെന്റ് പോളിസിയിലേക്ക് ഒരു കാരണവശാലും, എൻഡോമെന്റ് മാത്രമല്ല മണി ബാക്ക്, യൂണിറ്റ് ലിങ്കഡ്, ഈ പറഞ്ഞ ഒരു പോളിസിയിലേക്ക് ഒരു കാരണവശാലും പോകരുത്. ടേം ഇൻഷുറൻസിലേക്ക് മാത്രം പോകാറുള്ളൂ. പിന്നെ മൂന്നാമത്തെ കേസ് ഇവിടെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ രണ്ടാമത്തെ കേസ് അഫോർഡബിലിറ്റി പറഞ്ഞു. മൂന്നാമത്തെ കേസ് ഇപ്പം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതേസമയം ഇവിടെ 25,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ കടം പേടിച്ചെങ്കിലും നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ മൂന്നാമത്തെ കേസ് ഇവിടെ നമ്മൾ നോക്കിയാൽ 5,17,000 ഒരു 25,000 രൂപ മതി നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേണ്ട ഇൻഷുറൻസ് കവറേജ് ഉറപ്പുവരുത്താൻ. ബാക്കി വരുന്ന ഒരു 5 ലക്ഷം രൂപ, ഈ 5 ലക്ഷം രൂപ താങ്കൾ 20 വർഷം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 1 കോടി രൂപ അടച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് കിട്ടാൻ പോകുന്നത് 2 കോടി രൂപയാണ്. അതേസമയം ഈ 5 ലക്ഷം രൂപ ഇപ്പം താങ്കൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും കാരണവശാൽ 2-3 വർഷം കഴിഞ്ഞിട്ട് താങ്കൾക്ക് അടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു എമൗണ്ടിൽ നിന്ന് താങ്കൾക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്ത് ഇതിൻ്റെ പ്രീമിയം എല്ലാം അടച്ചു കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഇതുവരെ, അതായത് ഇപ്പം നമ്മളിപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് ഒരു ബിൽഡിങ്ങിന് വേണ്ട ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള 2 പില്ലേഴ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഒരു ഫിനാൻഷ്യൽ വെൽബീയിങ്ങിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പില്ലറാണ് സേവിങ്സ്. രണ്ടാമത്തത് ലൈഫ് ഇൻഷുറൻസ്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 ഉണ്ട്, 4 ഉണ്ട്. ഇത് രണ്ടും നമ്മൾ അടുത്തൊരു സെക്ഷനായിട്ട്, അടുത്തൊരു ഭാഗമായിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഈ 4 പില്ലർ നമ്മുടെ ലൈഫിൽ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുണ്ടോ അത്രത്തോളം താങ്കൾ ഫിനാൻഷ്യലി സേഫ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ 3, 4 വെച്ചുള്ള വീഡിയോ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ താങ്കൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെ കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴി കോൾ ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെടുത്തുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.